ഹലോ ഗൈസ്, വെൽക്കം ടു മൈ വീഡിയോ. ഞാനിപ്പോൾ ഉള്ളത് നെയ്യാറ്റിൻകരയിലെ ചെങ്കൽ എന്ന പ്രദേശത്തെ ശിവക്ഷേത്രത്തിലാണ്. പുറ്റരക്കൽ എന്നാണ് മുമ്പത്തെ സ്ഥലത്തിന്റെ പേര്. പിന്നീട് കാലക്രമേണ ചെങ്കൽ എന്നായതാണ്. പുറ്റിന്റെ രൂപത്തിൽ ശിവപാർവതി വിഗ്രഹങ്ങൾ കണ്ടെടുത്ത സ്ഥലം ഇവിടെയാണ്. അതുകൊണ്ടാണ് മുമ്പ് ഈ സ്ഥലത്തിന് പുറ്റരക്കൽ എന്ന പേര് വരാൻ കാരണം. ചെങ്കലുകളുടെ സാന്നിധ്യം കൂടുതലായതുകൊണ്ട് ഈ പ്രദേശത്തിന്റെ പേര് പിന്നീട് ചെങ്കൽ എന്നായി. അത് പിന്നെ ചെങ്കൽ ശിവക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ക്ഷേത്രത്തിന് 5000 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. എത്രയോ വർഷം മുമ്പ് സംഭവിച്ച പ്രകൃതി ദുരന്തം മൂലം നശിച്ച ക്ഷേത്രത്തിന്റെ റൂയിൻസ് ആയിരുന്നു ഈ ഭാഗങ്ങളെല്ലാം. അവിടെ നിന്നാണ് ഈ കാണുന്ന രൂപത്തിലേക്ക് ആക്കിയെടുത്തത്. 2012 ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 2018 അതിന്റെ പ്രവർത്തനം പൂർത്തിയാക്കുകയും ചെയ്തു. പുനർനിർമ്മാണത്തിനിടയിൽ കുഴി കുഴിക്കുമ്പോൾ അതിൽ നിന്നും ഒരുപാട് വിഗ്രഹങ്ങളും ക്ഷേത്രാവശിഷ്ടങ്ങളും കിട്ടി. ലഭിച്ച വിഗ്രഹങ്ങളും അവശിഷ്ടങ്ങളും വെച്ച് ഇവർ തന്നെ സ്വയം അമ്പലത്തിന്റെ പഴക്കം സ്ഥിരീകരിച്ചു. അല്ലാതെ കാർബൺ 14, കാർബൺ ഡേറ്റിംഗ്, TL ഡേറ്റിംഗ് പോലുള്ള ശാസ്ത്രീയ പരിശോധനകളോ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് സർവേയോ നടത്തിയിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവലിംഗമുള്ള ശിവക്ഷേത്രം എന്ന റെക്കോർഡും ഈ ക്ഷേത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ചെങ്കൽ ശിവക്ഷേത്രത്തിലെ സന്ദർശനമൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ആഴിമല ശിവക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. വിഴിഞ്ഞം കടൽ തീരത്തെ പാറക്കെട്ടുകൾക്ക് മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ശിവപ്രതിമയുള്ള ശിവക്ഷേത്രം എന്ന പ്രത്യേകതയും ഈ അമ്പലത്തിനുണ്ട്. 58 അടി അഥവാ 18 മീറ്ററാണ് ഈ ശിവപ്രതിമയുടെ ഉയരം. നമ്മൾ നേരത്തെ സന്ദർശിച്ച ചെങ്കൽ ശിവക്ഷേത്രം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗമുള്ള ശിവക്ഷേത്രമെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമയുള്ള ശിവക്ഷേത്രം. അതാണ് ഈ രണ്ട് ക്ഷേത്രവും തമ്മിലുള്ള വ്യത്യാസം. രാജസ്ഥാനിലെ നാദോറയിലെ വിശ്വസ്വരൂപം എന്ന ശിവക്ഷേത്രത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവപ്രതിമയുള്ള ശിവക്ഷേത്രമായി അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ നിന്നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവപ്രതിമയുള്ള ശിവക്ഷേത്രം എന്ന പ്രത്യേകതയും ആ ക്ഷേത്രത്തിനുണ്ട്. ഏകദേശം 112 മീറ്റർ അതായത് 369 അടി ഉയരമുണ്ട് ആ പ്രതിമയ്ക്ക്. മുരുടേശ്വരത്തെ ശിവപ്രതിമ 2ാം സ്ഥാനത്തായിട്ട് വരും. തീർച്ചയായും അവിടേക്ക് പോകാനും ഇതുപോലെ ആ ക്ഷേത്രം സന്ദർശിക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. മുരുടേശ്വര ക്ഷേത്രം പ്രതിമ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ രാജസ്ഥാനിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവപ്രതിമയുടെ അമ്പലം ഉണ്ടല്ലോ, അതിന്റെ കാര്യം പറഞ്ഞത്. പാണ്ഡവർ വനവാസ കാലത്ത് ഒളിച്ചിരുന്ന ഗുഹാറകളൊക്കെ ഈ ക്ഷേത്രത്തിലുണ്ട്. നമുക്ക് ചെന്ന് കാണാനൊക്കെ പറ്റും. പക്ഷെ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ പറ്റില്ല. അതുകൊണ്ട് നേരിട്ട് പോയി കാണുക, അതേ ഉള്ളൂ വഴി. ഏത് മതക്കാർക്കും ഏത് ജാതിക്കാർക്കും വന്ന് സന്ദർശിക്കാവുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. ഫോട്ടോ വീഡിയോഗ്രാഫി എടുക്കാൻ പാടില്ല. പിന്നെ മാന്യമായ വസ്ത്രധാരണം, ഇതൊക്കെയാണ് അവിടുത്തെ നിബന്ധനകൾ.